സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഫോണുകൾ വീണ്ടും കമ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് കമ്പയർ അടിക്കാനായിട്ട് കമൻറ്റ് കുറേ ഇതിൽ വരുന്നത് വിവോ X300 Pro വേഴ്സസ് ഒപ്പോടെ ഫൈൻഡ് X9 Pro ആണ്. നിങ്ങൾക്കറിയാം, രണ്ടും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഫോണുകളാണ് ബൈ ഡിഫറെൻറ്റ് കമ്പനീസ്, വിവോയുടെയും ഒപ്പോടെയും. സോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ രണ്ടിൽ വന്നിരിക്കുന്നത് MediaTek Dimensity 9500 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഇതിൻ്റെ GPU കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആമിൻ്റെ G1 Ultra എന്ന് പറയുന്ന ഒരു GPU ആണ് രണ്ടിൽ വന്നിരിക്കുന്നത്. സോ GPU വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ GPU മാർക്കും അതുപോലെ തന്നെ സ്കോർസൊക്കെ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ഇരിക്കുന്ന Adreno 840നേക്കാളും ആപ്പിളിൻ്റെ GPUവിനേക്കാളും മോർ പവർഫുൾ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു GPU ആണ്. പിന്നെ ഇതിൻ്റെ റാം ആൻഡ് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ LPDDR5X റാമും UFS 4.1 സ്റ്റോറേജുമാണ് വരുന്നത്. അത് വിവോ X300 Proയിലേക്ക് വരുമ്പോൾ UFS 4.1ൻ്റെ 2 സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. രണ്ട് സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു ഫോണിൽ ഒറ്റ സ്റ്റിക്കാണ് റാമിൻ്റെ ഒക്കെ ഉള്ളത്. ഇത് 2 സ്റ്റിക്ക് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റീഡ് സ്പീഡും റൈറ്റ് സ്പീഡും കൂടും. സോ പെർഫോമൻസിൽ ഇത്രയൊക്കെ ഉള്ളൂ. പെർഫോമൻസ് രണ്ടും ഓക്കെയാണ്. ബട്ട് നിങ്ങൾക്ക് റാമിൽ വിവോ X300ൽ ഒരു സ്റ്റിക്ക് കൂടുതലുണ്ട് എന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഇനി ഇതിൽ വരുന്ന എക്സ്ട്രാ ചിപ്സും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പോ ഫൈൻഡ് X9 Proയിൽ യാതൊരു ചിപ്സ് എക്സ്ട്രാ ആയിട്ട് വരുന്നില്ല. ബട്ട് നമ്മുടെ വിവോ X300 Proയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വിവോയുടെ V3+ എന്ന് പറയുന്ന ചിപ്പും അതുപോലെ തന്നെ വിവോയുടെ തന്നെ S1 എന്ന് പറഞ്ഞ ഒരു ചിപ്പും വരുന്നുണ്ട്. S1 എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ അപ്പം തന്നെ പ്രോസസ്സ് ചെയ്യാനും, V3+ എന്ന് പറയുന്നത് എടുത്ത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ചിപ്പാണ്. പോസ്റ്റ് പ്രോസസ്സിങ്ങിനും പ്രീ പ്രോസസ്സിങ്ങിനുള്ള 2 ചിപ്പുകൾ എന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഇനി ഇതിന് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിവോ X300ൽ വരുന്നത് 1.5Kയുടെ 6.9 ഇഞ്ച് വരുന്ന 120Hz സപ്പോർട്ട് ചെയ്യുന്ന LTPO AMOLED ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നൈസായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ അവരുടെ OS തന്നെ പ്രൊഫഷണൽ കളർ മോഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സോ അത്യാവശ്യം പ്രൊഫഷണലായിട്ട് കളറും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നത് സ്കോട്ട് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷൻ ആണ്. ഇനി നമ്മുടെ ഒപ്പോ ഫൈൻഡ് X9 Proയിലേക്ക് നോക്കി കഴിഞ്ഞാൽ 6.78 ഇഞ്ചിൻ്റെ LTPO 1.5K AMOLED ഡിസ്പ്ലേ ആണ് അവിടെയും കിട്ടുന്നത്. അവിടുത്തെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനാണ് ഇരിക്കുന്നത്. സോ സ്കോട്ട് സെൻസേഷനേക്കാളും അത്യാവശ്യം ഡ്യൂറബിൾ ആണ് നമ്മുടെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2. ഇനി നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ വിവോ X300 Proയിൽ വരുന്നത് 6510 mAhൻ്റെ ബാറ്ററിയാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നൽകുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർ ചാർജിങ്ങും ഒക്കെ അതിൽ വരുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പോ ഫൈൻഡ് X9 Proയുടെ ചാർജിങ് നോക്കുകയാണെങ്കിൽ 7500 mAhൻ്റെ ഒരു ബിഗ് സൈസ് ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും അവിടെ തന്നെ വരുന്നുണ്ട്. വയർലെസ് 50 വാട്ടിൻ്റെ സൂപ്പർ വയർലെസ് ചാർജിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറേ പേര് പറയുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസാണ് ഒപ്പോ ഫൈൻഡ് X9 Pro. 12 ഹവേഴ്സോളം സ്ക്രീൻ ഓൺ ടൈം ഇതിൽ നൽകുന്നുണ്ടെന്നാണ് കുറേ യൂട്യൂബേഴ്സൊക്കെ പറയുന്നത്. സോ ചിലവർ ഈ ഫോണിനെ ദ ബെസ്റ്റ് ഫോൺ ഓഫ് ദ ഇയർ ആയിട്ട് മിസ്റ്റർ ഹൂസ് ദ ബോസും അതുപോലെ തന്നെ MKBHD എന്ന് പറഞ്ഞ ചില യൂട്യൂബേഴ്സൊക്കെ ബെസ്റ്റ് ഫോൺ ഓഫ് ദ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഫോണാണ് ഇത്. അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിവോ X300 Proയിൽ വരുന്നത് 50 മെഗാ അൾട്രാ വൈഡ് സെൻസറും 50 മെഗാ ഒരു മെയിൻ സെൻസറും അതുപോലെ തന്നെ 200 മെഗാ ഒരു ടെലിഫോട്ടോ സെൻസറാണ് വരുന്നത്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് നമ്മുടെ സീസിൻ്റെ കൊളാബറേഷൻ. സീസിൻ്റെ ലെൻസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്. അവരുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ തന്നെ ഒരു ബെസ്റ്റ് കളർ ടോണാണ് അവർ നൽകുന്നത്. സോ ഇനി നമ്മുടെ ഒപ്പോ ഫൈൻഡ് X9 Proയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഹാസൽ ബ്ലാൻഡിൻ്റെ കൊളാബറേഷൻ ആയിട്ടാണ് വരുന്നത്. അവിടെയും 50 മെഗാ വൈഡ് സെൻസർ, 50 മെഗാ അൾട്രാ വൈഡ് സെൻസറും അതുപോലെ തന്നെ 200 മെഗാ ഒരു ടെലിഫോട്ടോ സെൻസറുമാണ് അവിടെയും വരുന്നത്. സോ കുറച്ചും കൂടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നത് നമ്മുടെ വിവോയാണ്. അതുപോലെ തന്നെ അവർ AI പ്രോസസ്സിങ് കൂടി ആകുമ്പോൾ അത് എന്താ ഐ പ്ലീസിങ് ഫോട്ടോസ് ആയിരിക്കും. ഒപ്പോൾ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇനി വീഡിയോഗ്രാഫിക്ക് നോക്കുകയാണെങ്കിൽ രണ്ടിലും 4K at 120 FPS വരുന്നുണ്ട്. രണ്ട് ഫോണിലും 8K at 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോഗ്രാഫിയിലും വിവോയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസാണ് വരുന്നത്.
നമ്മുടെ ട്രാക്കിംഗ് ടെക് ഇംഗ്ലീഷ് അതിൽ എർഷാദ് ബ്രോ പറയുന്നതനുസരിച്ച് ഐഫോണിൻ്റെക്കാളും വീഡിയോഗ്രാഫി പെർഫോമൻസ് നമ്മുടെ വിവോ X300 പ്രോയിൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ചെറിയ ജിംബൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ആ ജിംബൽ പെർഫോമൻസും അത്യാവശ്യം കിട്ടുമായിരിക്കും. സാധാരണ ഇതിലൊക്കെ വരുന്നത് OS ആണ്, ഇവിടെ വരുന്നത് ജിംബലാണ്. സോ കുറച്ചും കൂടി ഐഫോണിൻ്റെക്കാളും ഒക്കെ സ്റ്റേബിൾ ആയിരിക്കും അവിടുത്തെ വീഡിയോഗ്രാഫി പെർഫോമൻസ് ഒക്കെ. ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നോക്കുകയാണെങ്കിൽ വിവോയിൽ വരുന്നത് ആൻഡ്രോയിഡ് 16 ബേസ്ഡ് OS 6 ആണ്. OS ഫൺ ടച്ച് OSന് ഉപേക്ഷിച്ച് അത്യാവശ്യം അവർ നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന ഒരു OS ആണ് OS. ഇനി നമ്മുടെ ഒപ്പോയിൽ വന്നിരിക്കുന്നത് കളർ OS 16 ആണ്. കളർ OS ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ ഇറ്റ്സ് സ്മൂത്ത് ആനിമേഷൻസ്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന കളർ OS 16 ഇഷ്ടം പോലെ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൈൻഡ് സ്പേസ്, ഇതിൽ മൈൻഡ് സ്പേസിലേക്ക് സേവ് ചെയ്ത സാധനം ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി തരുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതൊക്കെ സ്റ്റുഡൻസ് അവർക്കൊക്കെ ഇത് ഏറ്റവും ഉപകാരപ്രദമുള്ളൊരു സാധനമായിരിക്കും. സോ അങ്ങനെ ഉപയോഗിച്ച് AI അതുപോലെ തന്നെ നിങ്ങൾ വോയിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒപ്പോയ്ക്ക് ഒരു മുൻതൂക്കം അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി കുറച്ചധികം ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടിലും 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. Wi-Fi 6, ബ്ലൂടൂത്ത് 5.4, അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഒക്കെ ഈ രണ്ട് ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഏത് ഫോൺ നിങ്ങൾ എടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫിക്ക് മാത്രം മുൻതൂക്കം കൊടുത്തൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിവോ X300 എടുക്കുക. നിങ്ങൾ കുറച്ചും കൂടി OS അതുപോലെ തന്നെ AI ഫീച്ചേഴ്സ് കുറച്ചും കൂടി വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ പാക്കേജ് ആയിട്ടുള്ള ഫോൺ വേണമെങ്കിൽ നിങ്ങൾ ഒപ്പോ Find X9 Pro എന്ന് പറയുന്ന ഫോൺ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തും കൂടി വെച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.